ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഏരിയ, അതായത് പരപ്പളവ് എന്നതിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരേ പാദവും പരപ്പളവുമുള്ള ട്രയാങ്കിൾസുകളുടെ മൂന്നാം മൂലയുടെ പ്രത്യേകതയെക്കുറിച്ചാണ്. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് തേർഡ് വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾസ് ഹാവിങ് ഈക്വൽ ബേസ് ആൻഡ് ഏരിയ? ചതുരത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സ്ക്രീനിൽ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ പറയുകയാണ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ ചതുരം നമുക്ക് എങ്ങനെയൊക്കെ നിർമ്മിക്കാം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യാം? ശരിയാണ്, ഇതുപോലെ 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. വേറെ ഏതൊക്കെ രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യാം? ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 6 സെൻറ്റിമീറ്റർ ലെങ്തും 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. ശരിയാണല്ലോ, ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയാണ്. ശരിയാണ്. ഇനി ഞാൻ ഈ ചതുരത്തിന് ഒരു പ്രത്യേകത കൂടെ പറയുകയാണ്. ഈ ചതുരത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഞാൻ 8 സെൻറ്റിമീറ്ററായിട്ട് ഫിക്സ് ചെയ്യണം. ലെങ്ത് I can fix the length of the rectangle as 8 centimeter. Then what will be the breadth? You know that breadth will be equal to 12/8. ശരിയാണ്. ഏരിയ 12 ആയതുകൊണ്ട് 12/8 ആയിരിക്കും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.5. ശരിയാണല്ലോ. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്. ത്രികോണങ്ങളുടെ പരപ്പളവും അവയുടെ പ്രത്യേകതയെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ത്രികോണത്തിൻ്റെ ബേസ് ബി ആയിട്ടും ആ ത്രികോണത്തിൻ്റെ ഹൈറ്റ് എച്ചും ആയിട്ട് എടുത്താൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആയിരിക്കും. ശരിയാണല്ലോ. ഇനി ഈ ത്രികോണത്തിൻ്റെ ഏരിയ എനിക്ക് 12 സ്ക്വയർ യൂണിറ്റ് ആയിട്ട് വേണമെങ്കിലോ എങ്ങനെയൊക്കെ ആവാം ആ ത്രികോണം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്? ശരിയാണ്, ബേസ് 4 സെൻറ്റിമീറ്ററും ഹൈറ്റ് 6 സെൻറ്റിമീറ്ററും ആവാം. ഇത് ഉപയോഗിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് BH ഉപയോഗിച്ച് നമുക്ക് 12 സ്ക്വയർ യൂണിറ്റ് തന്നെ ലഭിക്കും. ശരിയാണല്ലോ. ശരിയാണ്. ഇനി മറ്റൊരു തരത്തിൽ എങ്ങനെയാവാം? ഇൻ അനദർ വേ, ട്രയാങ്കിളിൻ്റെ ബേസ് 6 ആയിട്ട് പറയാം, ഹൈറ്റ് 4 ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? അഗൈൻ വി യൂസ് ദ ഫോർമുല ഹാഫ് BH. വി ക്യാൻ കാൽക്കുലേറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ യൂണിറ്റ്. ശരിയല്ലേ? നൗ ഐ ക്യാൻ ഫിക്സ് ദ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ ആസ് 8 സെൻറ്റിമീറ്റർ. ഞാൻ ത്രികോണത്തിൻ്റെ ഒരു വശം, അതായത് ബേസ് പാദം 8 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്തായിരിക്കും? സോ വി ക്യാൻ ഫിക്സ് ബേസ് ആസ് 8 ആൻഡ് ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു h. സോ ഏരിയ ഈസ് ഈക്വൽ ടു 12. വി നോ ദാറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു 12. സോ യൂസിങ് ദ ഫോർമുല ഹാഫ് 8h ഈസ് ഈക്വൽ ടു 12. സോ we get 4h is equal to 12 and h is equal to 3. That means height of the triangle is equal to 3. So base 8 ആയാൽ height 3 ആയിരിക്കും. അത് ഏതൊക്കെ രീതിയിലാവാം? let it be like this, base 8 and height 3. ഈ ഒരു ത്രികോണത്തെ പോലെയാകാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ത്രികോണത്തെ പോലെ ബേസ് 8ഉം ഹൈറ്റ് 3. ഇതുപോലെ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ ഹൈറ്റിൻ്റെ പൊസിഷനാണ് നോക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ ലെഫ്റ്റ്, രണ്ടാമത്തെ റൈറ്റ്. മൂന്നാമത്തെ ട്രയാങ്കിളിൽ മിഡിലാണ് ഹൈറ്റ് വരുന്നത്. ബേസ് 8 ആൻഡ് ഹൈറ്റ് 3. ഇങ്ങനെ വിവിധ രീതികളിൽ ആവാം. സോ ഹിയർ ഇൻ ആൾ ഓഫ് ദീസ് ട്രയാങ്കിൾസ് ദ ബേസസ് ആർ ഈക്വൽ ആൻഡ് ആൾ അതർ സൈഡ്സ് ആർ ഡിഫറെൻറ്റ്. ശരിയല്ലേ? ഇൻ ദ ഫസ്റ്റ് ട്രയാങ്കിൾ ദീസ് 2 സൈഡ്സ് ആർ ഡിഫറെൻറ്റ്. ആൾസോ രണ്ടാമത്തെ ത്രികോണത്തിൽ ബേസ് മാറ്റി ബാക്കി 2 വശങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ത്രികോണത്തിലും. ഇവിടെ എല്ലാ ത്രികോണങ്ങളുടെയും ബേസ് 8 തന്നെയാണ്. ഈ ഒരേ ബേസിൽ 3 ത്രികോണങ്ങളുടെയും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. ശരിയാണല്ലോ. കുറച്ചുകൂടെ വ്യക്തമാക്കാൻ നമുക്കത് നോക്കാം. ഇത് ഒരു ത്രികോണം, ഈ കാണുന്നത് ഒരു ത്രികോണം, ഒരേ ബേസ് തന്നെയാണ്.
തൊട്ട് ബാക്കിലായിട്ട് ഒരു റെഡ് ട്രയാങ്കിൾ, അതും ഒരേ ബേസിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. പിന്നെ മുമ്പിലത്തെ ഒരു യെല്ലോ ട്രയാങ്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേസ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഒന്നാമത്തേൻ്റെ ഹൈറ്റ് 3. രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിലും ഹൈറ്റ് 3 തന്നെയായിരിക്കും. മൂന്നാമത്തെ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിലും ഹൈറ്റ് 3 തന്നെയായിരിക്കും. സോ ഈ 3 കേസിലും ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 3 ത്രികോണങ്ങളുടെയും ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയാണ്, അതുപോലെ ഒരേ ബേസും. ഇനി നമുക്ക് നമ്മുടെ ഫാക്റ്റിലോട്ട് വരാം. ഇത്തരത്തിൽ സെയിം ബേസും ഏരിയയും ആയിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ തേർഡ് വെർട്ടിസസിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. ഈ ട്രയാങ്കിൾസിൻ്റെ തേർഡ് വെർട്ടിസുകൾ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C എന്നിങ്ങനെ എടുത്താൽ ഈ 3 വെർട്ടിസസുകളും ഒരേ ലൈനിലായിരിക്കും. ശരിയാണല്ലോ. തേർഡ് വെർട്ടിക്സ് ലൈ ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. അതായത് ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം 3-ാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലായിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ആസ് all triangles with the same base and area have their third vertices A, B, C on a line parallel to the base. Okay? അതായത് ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം 3-ാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണ്. ശരിയല്ലേ? ഇനി ഒരേ പാദവും 3-ാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ വരയിലുമായ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ്, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാവിംഗ് ഈക്വൽ ബേസ് ആൻഡ് തേർഡ് വെർട്ടിസസ് ലൈ ഓൺ എ ലൈൻ. Here in the figure, 3 triangles have same base and the third vertices capital A, B, C are lie on a line. 3 മൂലകളും ഒരേ ലൈനിൽ തന്നെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബേസും പാരലൽ ലൈനും തമ്മിലുള്ള ഹൈറ്റ് h ആയി എടുത്താൽ ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 8 into h, that will be equal to 4h സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. അതായത് 3 ത്രികോണങ്ങളുടെയും ഏരിയ 4h ആയിരിക്കും. അതായത് അവ തുല്യമായിരിക്കും. Conversely, all triangles with the same base and third vertex on a line parallel to the base, then the triangle have equal areas. ശരിയാണല്ലോ. അതായത് ഒരേ പാദവും 3-ാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്ക് എല്ലാം ഒരേ പരപ്പളവാണ്. ശരിയാണല്ലോ. ദാറ്റ് ഈസ്, all triangles with the same base and area have their third vertices on a line parallel to the base. Conversely, all triangles with the same base and their third vertex on a line parallel to the base have equal areas. ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം 3-ാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലായിരിക്കും. മറിച്ച് ഒരേ പാദവും 3-ാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ഈ ചിത്രത്തിൽ നമുക്ക് ABC എന്ന് പറയുന്ന ത്രികോണം, ABD 2 ട്രയാങ്കിളുണ്ട്. രണ്ടിൻ്റെയും ഏരിയ 32 തന്നെയാണ്. ഇപ്പോൾ ഈ പോയിൻ്റ് D ഒന്ന് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ 32-നെക്കാട്ടും കൂടുന്നതായിരിക്കും. താഴോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 32-നെക്കാട്ടും കുറവായിരിക്കും. ശരിയാണല്ലോ. ഓൺ ദ ലൈനിലാവുകയാണെങ്കിൽ നമുക്ക് ABCയുടെ ഏരിയ തന്നെ കിട്ടുവാൻ ലഭിക്കും 32. ശരിയാണത്. ഇപ്പോൾ രണ്ടിൻ്റെയും ഏരിയ ഈക്വലാണ്. ഒരേ ലൈനിലാവുമ്പോൾ ആ ഏരിയകളൊക്കെ ഈക്വൽ ആയിരിക്കും. ലൈനിൽ പുറത്ത് പോവുകയാണെങ്കിൽ ഏരിയ കൂടുതലായിരിക്കും.
ലൈനിന് അകത്താണെങ്കിൽ ഏരിയ കുറവായിരിക്കും. ശരിയാണല്ലോ. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ശരിയാണ്. ഈക്വൽ ബേസിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ, ഈക്വൽ ഏരിയ ഒന്ന് അനിമേഷൻ കൊടുത്തു പോവുകയാണ്. നമുക്ക് ആ പോർഷൻ ഒന്ന് ട്രേസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ട്രേസ് ചെയ്യാം. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈക്വലായിട്ടുള്ള ഏരിയ ആ പോർഷനാണ് വരച്ചു പോകുന്നത്. ശരിയാണല്ലോ. Now consider another example. In the screen there are two triangles ABC and PQR. We know that AB is parallel to PQ. Also AC is parallel to QR. Also BC is parallel to PR. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദ സൈഡ് എ ബിയെ ബേസ് ചെയ്ത് നമുക്ക് ഈക്വൽ ഏരിയ ഇതുപോലെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. എ ബി സിയെ ബേസ് ചെയ്തുള്ള ഈക്വൽ ഏരിയ ഇത്രയും പോർഷൻസുകളായിരിക്കും. ഈ പോകുന്ന പോർഷനായിരിക്കും ഈക്വൽ ഏരിയ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ആൻഡ് നൗ ബേസ്ഡ് ഓൺ ദ സൈഡ് ബി സി വി ക്യാൻ ഡ്രോ the equal area portion. The shaded portion is the area which is equal to the area of ABC. Also based on the side AC, how we can draw the equal area? We can draw like this. ശരിയാണല്ലോ. So the shaded portion have the same area of triangle ABC. Now we can do some problems. In the figure PQ parallel to AB and area of triangle ABC is equal to x square unit. ശരിയാണല്ലോ. നമുക്ക് എ പി ബി എന്ന ട്രയാങ്കിളിൻ്റെയും എ ബി ക്യു എന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയ കാണണം. ഓക്കെ, നൗ ഇൻ ദ ഫിഗർ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബിയും പി ക്യുവും സമാന്തര വരകളായതുകൊണ്ട് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആയതുകൊണ്ട് എ പി ബിയുടെ അല്ലെങ്കിൽ എ ബി പിയുടെ ഏരിയയും എക്സ് എന്ന് കിട്ടും. അതുപോലെ എ ബി ക്യുവിൻ്റെ ഏരിയയും നമുക്ക് എക്സ് എന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ രണ്ട് ത്രികോണങ്ങളുടെയും ഏരിയ എക്സ് സ്ക്വയർ യൂണിറ്റ് തന്നെ ആയിരിക്കും. മറ്റൊരു പ്രോബ്ലം. ഇൻ ദ ഫിഗർ ഡി ഇ പാരലൽ ടു ബി സി ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എ സ്ക്വയർ യൂണിറ്റ് ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഡി ബി സ്ക്വയർ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫിഗറിൽ ത്രികോണം എ ബി സിയുടെ ഏരിയ എ സ്ക്വയർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബി സി പാരലൽ ടു ഡി ആണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ ബി സി ഡിയുടെ പരപ്പളവ് ബി സ്ക്വയർ യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ട്രയാങ്കിൾ ബി സി ഇയുടെ പരപ്പളവ് ബി യൂണിറ്റ് തന്നെയായിരിക്കും, നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സി എയും ബിയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി ഇ സി എന്ന് പറയുന്നതും എയും ബിയും കൂടെ ആഡ് ചെയ്യുന്നത് ആയിരിക്കും. സോ വി ക്യാൻ കംപ്ലീറ്റ് ദ ടേബിൾ. ശരിയാണല്ലോ. ഓക്കെ, ത്രികോണങ്ങളുടെ ഏരിയയെക്കുറിച്ചുള്ള പ്രത്യേകതകൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തുടർ പ്രവർത്തനമായി അടുത്ത ക്ലാസ്സിൽ കാണാം.